ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ്. നമ്മുടെ ശരീരം മുഴുവൻ വർക്ക് ചെയ്യുന്നെങ്കിലും എപ്പോഴും വർക്ക് ചെയ്യുന്ന രണ്ട് സിസ്റ്റം, കാർഡിയോളജിക്കൽ ആൻഡ് ന്യൂറൽ സിസ്റ്റം. ഹാർട്ട് അടിക്കാത്ത ഒരു ദിവസമുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടിയെ ഓർത്തുന്ന കരങ്ങളെ സ്തുതിച്ചോണം. ഹാർട്ട് ഇവിടെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന സീനിയർ മെഡിക്കൽ സ്റ്റാഫാണ്. എത്ര ഡോക്ടർമാർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാമല്ലോ, നേഴ്സസ്. അവരുടെ മുമ്പിലാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഹാർട്ടിന് ദൈവത്തിന്റെ സൃഷ്ടി നോക്കിയോണം. ഹാർട്ടിന് 4 അറ. അടിയിലത്തെ അറയുടെ പേര് അറിയാവുന്നവർ പറഞ്ഞേ, വെൻട്രിക്കിൾ. ഗുഡ് സിസ്റ്ററെ. മേളിലത്തെ അറയുടെ പേര് ആർട്ടിയ. അടിയിൽ അഴുക്ക് രക്തം ലങ്സിലോട്ട് വിടും ശുദ്ധിയാക്കാൻ, മേളിൽ കയറ്റി വരും. അപ്പോൾ സംഭവം ഈ ടിക് ടിക് അടി എവിടുന്ന് വന്നു? ക്ലോക്ക് അടിക്കുന്നത് പോലെ. മേളിലത്തെ ആർട്ടിയയുടെ വലത്തെ ആർട്ടിയയിൽ ഒരു സാധനമുണ്ട്, സൈനസ് നോയിഡ്. അവിടെ കറണ്ട് ഉണ്ടാകുന്നു, വൈദ്യുതി ആന്തോലനം. എന്റെയും നിങ്ങളുടെയും ഹാർട്ടിന്റെ മേളിലത്തെ അറയുടെ വലത്തുവശത്തെ കറണ്ട് ഉണ്ടാകുന്നു, വൈദ്യുതി ആന്തോലനം, ഇലക്ട്രിക്കൽ ഓസിലേഷൻ. എപ്പം തുടങ്ങി? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ച് 4-ാം ആഴ്ചയിൽ അടി തുടങ്ങി. ഇന്ന് വയസ്സ് 71. ഇതുവരെ നിന്നിട്ടില്ല. നിന്നിരുന്ന ഞാനിവിടെ നിൽക്കത്തില്ല. ഇതുവരെ നിന്നിട്ടില്ല. ഇടുക്കിയിലെ വെള്ളം കുറഞ്ഞ പരിപാടി നിൽക്കും. ഒരു ജനറേറ്റർ കേടായ ഓഫാക്കും. മൂഴിയാറ്റിലൊരെണ്ണം പൊട്ടിത്തെറിഞ്ഞു. 6 മണിക്കൂർ കറണ്ടില്ല. എൻ്റെ നിങ്ങളുടെ ദേഹത്ത് ഇത് വല്ലതും ഉണ്ടോ? അടിച്ചെങ്ങനെ വരുന്നു? ഒന്നാമത്തെ മനുഷ്യന്റെ മൂക്കിലെ ഹോബിയായ ദൈവം ശ്വാസം ഊതിയപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റിയായി എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വൈദ്യുതി ആന്തോലനം. ഹല്ലേലൂയ. നമ്മുടെ തടിമെടുക്കല്ല, കുടുംബ മഹിമയല്ല, സൗന്ദര്യമല്ല, എന്റെ ദൈവത്തിന്റെ കൃപയാ. കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചേ. അതുപോലൊരു സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിൻ സിസ്റ്റം, ന്യൂറോളജി. ഞാൻ ഉറക്കം പറയാനാണ് ഇത് പറയുന്നത്. ഇത് ഭയങ്കര ഒരു സ്ഥലമാണ്. 3 കോടി ന്യൂറോൺ. ആകെപ്പാടെ എല്ലാം കൂടെ 1/2 കിലോ. അതിനകത്ത് തമ്പുരാൻ അടുക്കി വെച്ചിരിക്കുന്ന 3 കോടി ന്യൂറോൺ. അത് 2 ഭാഗം. ഈ പുറകുവശത്തിന് ഉച്ചിയുടെ പേരാ ഹിപ്പോ കാമ്പസ്. കോളേജ് കാമ്പസിനൊക്കെ വലുതാ. ഹിപ്പോ കാമ്പസ് കേൾക്കണമോ? വലുതാ. ഞാൻ പറയാൻ കാര്യം വെറുതെ അല്ല. 24 മണിക്കൂറിനൊക്കെ എൻ്റെ നിങ്ങളുടെ ഹിപ്പോ കാമ്പസിൽ 10,000 അല്ല 10,000 കോടി വിവരം ഇവിടെ വരുന്നു. 10,000 കോഡ്സ് ഓഫ് ഇൻഫർമേഷൻ റീച്ചിങ് ഹിയർ. 24 മണിക്കൂറിനകം കൈ കൂടെ, മൂക്കിക്കൂടെ, ചെവിക്കൂടെ, ശബ്ദത്തിൽ കൂടെ, കണ്ണിക്കൂടെ, ഭക്ഷണത്തിൽ കൂടെ 10,000 കോടി വിവരം ഹിപ്പോ കാമ്പസിൽ വരും. അവിടെ അത് അരിച്ചിട്ട് വേണ്ടിയത് നിയോ കോർട്ടക്സിൽ വിടും. വേണ്ടാത്തൊക്കെ അടിച്ചു തെറിപ്പിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് പ്രവർത്തിക്കുക. ഉറങ്ങാൻ നേരെ കിടക്കും. സന്ധ്യയ്ക്ക് നേരം വെളുത്തിട്ട് ആ കിടപ്പാണെ പറയുന്നത് ഡെഡ് ബോഡി എന്നാ. ആണോ? ഇല്ലേ? ഒരേ കിടപ്പ് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് തിരിയുന്ന എന്താ? ആരെങ്കിലും ഭർത്താവ് പിടിച്ച് തിരിക്കുന്നതാണോ? മക്കൾ തിരിക്കുന്നതാണോ? അല്ല. ഒരേ കിടപ്പ് കിടക്കുമ്പം ഇവിടുത്തെ സിസ്റ്റം ബൾജായപ്പം ഇവിടുന്ന് ഹിപ്പോ കാമ്പസ് ഇൻഫർമേഷൻ കൊടുക്കും. അച്ചായ നോവുന്നു. ഉടനെ ഇവിടുന്ന് പറയാം, തിരിയടാ, തിരിയടി. ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ ഉണങ്ങാൻ പാടില്ല നമ്മുടെ നാവേ. ഉണങ്ങിയാൽ തീർന്നു. അതിനാ 3 ഗ്രന്ഥി വഴി എപ്പോഴും വന്നോണ്ടിരിക്കുക. ഉമിനീര് നേരം വെളുത്ത് നാളെ ചെക്ക് ചെയ്തോണം. എഴുന്നേറ്റ് 10 മിനിറ്റ് കഴിഞ്ഞല്ല കാപ്പി കളയ്ക്കുന്നിടം വരെ. ഉണന്നാൽ ഉമിനീരാ. നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഉമിനീര് വരിക. നമ്മൾ ഊർക്കം വലിച്ചുറങ്ങും. ഊർക്കം വലിച്ചുറങ്ങുമ്പോഴെങ്ങാനും ഉമിനീര് ഇവിടെ എങ്ങാനും കൂടുതൽ കെട്ടിക്കിടന്നാലുണ്ടല്ലോ ശ്വാസത്തിലൂടെ ലങ്സിൽ പോയ അപകടമാ. അതിന് നമ്മൾ കൂർക്കം വലിച്ച് സ്വപ്നം കണ്ടുറങ്ങിയാലും ഇത് കൂടുതൽ കെട്ടുമ്പോൾ ഇവിടുന്ന് തലച്ചോറിൽ ഇൻഫർമേഷൻ കൊടുക്കും. ഇവിടെ വെള്ളം ഒത്തിരി വന്നു. ഉടനെ അവിടുന്ന് പറയും 2 കാന വെട്ടാൻ. സ്തോത്രം. ദൈവത്തിന്റെ കൃപ. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെയുള്ള ഈ സിസ്റ്റം എപ്പോഴും പ്രവർത്തിക്കുന്നെങ്കിലും തമ്പുരാൻ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഒരു അല്പം വർക്കിലോട് കുറയ്ക്കാൻ. അതിന് തമ്പുരാൻ വെച്ച സിസ്റ്റമാ. ഇരുട്ട് വരുമ്പോൾ കണ്ണിന്റെ മേൽപ്പാടി അടയും. നോക്കിക്കേ ദൈവത്തിന്റെ സിസ്റ്റം. ഈ പ്രപഞ്ചത്തിൽ നമുക്കേ ഉള്ളൂ 12 മണിക്കൂർ രാത്രി. ഞാൻ നാളെ പറയാം. വേറെ ഒരു ഗോളത്തിലും 12 മണിക്കൂർ രാത്രിയിൽ. അറിയാവോ? നമ്മുടെ അയൽവക്കക്കാരന്റെ പേരാ വീനസ്, ശുക്രൻ. അവന്റെ രാത്രി കേൾക്കണോ? ഒന്ന് ഇരുട്ടിയാ നേരം വെളുക്കണേ 121 ദിവസം ഒറ്റ രാത്രി. 4 മാസമാ. ഉറങ്ങാൻ കൊതിയുള്ളവർ അവിടെ പോയാൽ മതി. 3 ഉറക്കം, ഒരു ബർത്ത്ഡേ. അല്ലേ? ഇവിടെ എന്നാൽ അന്റാർട്ടിക്ക ഒഴിച്ച് അവിടെ മനുഷ്യതാമസമില്ല. ബാക്കിയുള്ളിടത്തെല്ലാം 12 hours നൈറ്റ്. എന്തിനാണെന്നറിയാമോ? പ്രകാശം മാറുമ്പോൾ മേളിലത്തെ കണ്ണിന്റെ പോള താഴോട്ട് വരും. 2 കണ്ണും കൂടെ കൂട്ടി കൃഷ്ണമണി വർക്കാകാതിരിക്കുമ്പോൾ ന്യൂറോൺ ഒരൽപ്പം ഓഫ്. ഉറക്കം. ക്ഷീണിച്ചങ്ങോട്ട് ഉറങ്ങി എഴുന്നേക്കുമ്പോണ്ടല്ലോ ഫ്രഷായി. 101 ഡിഗ്രി പനി വരട്ടെ. ഉടനെ പോലെ എൻ്റെ വായിക്ക് കയ്പാ. എനിക്കൊന്നും വേണ്ട. ആരാ കയ്പ് കൊണ്ട് തേച്ചത്? നമ്മുടെ ദൈവത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അറിയാവോ? 101 ഡിഗ്രി ടെമ്പറേച്ചർ ബോഡിയിൽ വന്നാൽ തമ്പുരാൻ വെച്ചിരിക്കുന്ന നൈസർഗിക സിസ്റ്റമാണ്. പ്രകൃതിയുടെ ഒരു ഗുളികയും തിന്നണ്ട, തന്നെ പോകും. ഡോക്ടേഴ്സിന്റെ പണങ്ങരുത്. ഞാൻ പറയുന്നതേ ഉള്ളൂ. ഗുളിക കഴിച്ചോ പാവമൊന്നുമല്ല. 101 ഡിഗ്രി പനി ഉണ്ടെങ്കിൽ തന്നെ പനി മാറും. ഒരൊറ്റ പരിപാടി ചെയ്താൽ മതി. ഈ മില്ല് ഓഫാക്കണം. ഇവിടെ ലോഡ് കൊടുക്കരുത്. അതിനാ ഡോക്ടർമാർ പറഞ്ഞ ആഹാരം കുറയ്ക്കേ.
ആയുർവേദക്കാർ പറയും പൊടിയരിക്കഞ്ഞിയും പപ്പടവും കഴിക്കുക. എന്നാ ഈ മില്ല് ഓഫാക്കിയാൽ ഇവിടുത്തെ എനർജി ചെയ്യുന്ന രോഗാണുവിനെ തെറിപ്പിക്കും. അതിന് തമ്പുരാൻ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്നാണെന്നറിയാവോ? ഈ ഭക്ഷണത്തിന് രുചി വരുന്നത് എങ്ങനെയാ? ഐസ്ക്രീം ആണ്ടാ കൊച്ചിൻ്റെ വായിക്കൂടെ വെള്ളം വന്നു. കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. അതൊരു സിസ്റ്റം ദൈവം വെച്ചതാ. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, മണം വരുമ്പോൾ ഇവിടുന്ന് ഇൻഫർമേഷൻ ചെവിന്ന് ഇങ്ങോട്ട് വരും. ഇഷ്ടമുള്ള ഭക്ഷണം ഉടനെ നാക്കിനടിയിൽ നിന്ന് 2 എൻസൈം ഇറങ്ങി വരും. ഉമിനീരിനകത്ത് അതിൻ്റെ പേര് അമനൈസ് മാൾട്ടൈസ്. അതാണ് ഈ രുചി വരുത്തുന്നത്, അല്ല ഉമിനീരല്ല. ഇത് രണ്ടും കൂടി ഉമിനീരിലോട്ട് മിക്സപ്പ് ആവും. അന്നേരം കഴിക്കുമ്പോൾ ആ രുചി. 101 ഡിഗ്രി പനി വന്നാൽ ദൈവം എല്ലാ മനുഷ്യരിലും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. എന്നാ അറിയാവോ? ഇവിടുന്ന് സിഗ്നൽ കൊടുക്കത്തില്ല, ഓഫ് പറയത്തില്ലേ, മൊബൈൽ റേഞ്ച് ഇല്ലായിരുന്നു, അതുപോലെ ഇവിടുന്ന് സിഗ്നൽ വരത്തില്ല 101 ഡിഗ്രി ആണെങ്കിൽ. അപ്പൊ അമനൈസും മാൾട്ടൈസും റിലീസ് ആകത്തില്ല. എനിക്ക് കയ്പ ഒന്നും വേണ്ട. അപ്പൊ 2 ദിവസം ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ഇതങ്ങ് ശരിയാവും.